Xabi Alonso and Real Madrid parted ways with immediate effect. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതൊരു സാക്കിംഗ് അല്ല. റയൽ മാഡ്രിഡ് ചാബി അലോൺസോനെ പുറത്താക്കിയതല്ല. ഇത് രണ്ടുപേരും കൂടി സ്വമേധയാ എടുത്ത തീരുമാനമാണ്. രണ്ടുപേരും ചാബി അലോൺസോയും റയൽ മാഡ്രിഡും കൂടി ആലോചിച്ച് ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഈ തീരുമാനത്തിൽ ആരെങ്കിലും ഒരാൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അതായത് ഇപ്പോൾ എനിക്ക് ഇവിടെ മതിയായി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ റയൽ മാഡ്രിഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ചാബി അലോൺസോ ആയിരിക്കണം. അതിൽ ഇൻഫർമേഷൻസ് പ്രകാരം ചാബി അലോൺസോ തന്നെയാണ് അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് ഈ വർക്ക് ഇനി ഇവിടെ തുടർന്ന് പോകാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഡ്രസ്സിങ് റൂമിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ഈ ജോലി മതിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 6 മാസം മുന്നേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഒരു ജൂൺ ജൂലൈ നോക്കുകയാണെങ്കിൽ, റയൽ മാഡ്രിഡ് ഫാൻസ് വെർ റിയലി എക്സൈറ്റഡ്. റയൽ മാഡ്രിഡ് ഫാൻസ് മാത്രമല്ല, ലോക ഫുട്ബോൾ കാണുന്ന എല്ലാവരും, യൂറോപ്യൻ ഫുട്ബോൾ ശ്രദ്ധിക്കുന്ന എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു ചാബി അലോൺസോ ടു സ്റ്റാർട്ട് അറ്റ് റയൽ മാഡ്രിഡ്. കാരണം പുള്ളീൻ്റെ ബയൺ ലെവർകൂസനിലെ സക്സസ്, ഒരു എൻറ്റയർ സീസൺ ഒരു കളി പോലും തോക്കാതെ ട്രോഫി അടിച്ചിട്ട് ബുണ്ടസ് ലീഗ അടിച്ചു. ഇറ്റ്സ് നെവർ ബീൻ ഡൺ ബിഫോർ. ബുണ്ടസ് ലീഗ ഇതുവരെ ആരും ഇൻവിസിബിൾസ് ആയിട്ട് ട്രോഫി വെച്ചില്ല. 34 ട്രോഫീസ് ഉള്ള ബുണ്ടസ് ലീഗ ടൈറ്റിലുള്ള ബയൺ മ്യൂണിച്ച് പോലും ഇതുവരെ ഇൻവിസിബിൾ ആയിട്ട് ട്രോഫി അടിച്ചില്ല. ഫസ്റ്റ് ടൈം ഇൻ ബുണ്ടസ് ലീഗയാണ്. അതും ബയൺ ലെവർകൂസനെ കൊണ്ട്. ആ സ്ക്വാഡ് വാല്യൂ നിങ്ങൾ നോക്കണം. ബയണിൻ്റെ എവിടെ കിടക്കുന്ന സ്ക്വാഡ് ബയൺ ലെവർകൂസൻ്റെ എവിടെ കിടക്കുന്നത്. ആൻഡ് റെലഗേഷൻ ബാറ്റിൽ കിടന്നുകൊണ്ടിരുന്ന ടീമിനെ പുള്ളി എടുത്ത് കൊണ്ടുവന്ന് ടേബിൾ ടോപ്പിൽ ഫിനിഷ് ചെയ്തു. ടേബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് അല്ല, പുള്ളിൻ്റെ ഫസ്റ്റ് ജനുവരിയിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ സീസണിൽ പുള്ളി ആ ടീമിനെ റെലഗേഷൻ ബാറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി ടേബിളിൻ്റെ ടോപ്പ് 3-ലോ ടോപ്പ് 5-ലോ ഏറ്റവും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവർ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ആൻഡ് നെക്സ്റ്റ് സീസൺ പുള്ളി അവരെയും വെച്ച് ടൈറ്റിൽ അടിച്ച്, അത് ഇൻവിൻസിബിളായിട്ട് ഒരു കളി പോലും തോക്കാണ്ട്. ആകെ സീസണിൽ തോറ്റത് ഒരേ ഒരു കളിയാണ്, അതും യൂറോപ്പ ലീഗ് ഫൈനലിൽ അറ്റ്ലാന്റക്കെതിരെ. ഇത്രയും സക്സസ് റേഷ്യോ, ഇത്രയും ടാക്റ്റിക്കലി അതായത് ഡൊമിനൻ്റ് ആയ ഒരു മാനേജർ വെറും 6 മാസം കൊണ്ട് പുള്ളീൻ്റെ ജോലി റയൽ മാഡ്രിഡിൽ നിന്ന് പോയത് എങ്ങനെ? ഇതിൻ്റെ മെയിൻ ഉത്തരവാദിത്വം ചാബി അലോൺസോ തന്നെയാണ്. കാരണം ബയൺ ലെവർകൂസനിൽ പുള്ളി തന്നെയായിരുന്നു ഏറ്റവും വലിയ ബോസ്. ഹി വാസ് ദ മാനേജർ കം കോച്ച്. എല്ലാം നിയന്ത്രിക്കുന്നത് ഹി വാസ് ദ ഫൈനൽസ്. എന്ത് വേണമെങ്കിലും പുള്ളിക്ക് ആ ടാക്ടിക്കൽ ഡിസിഷൻസ് എടുക്കാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. വേറാസ് കമ്മിങ് ടു റയൽ മാഡ്രിഡ് അവിടെ പുള്ളിക്ക് അതില്ല. ഒന്നെങ്കിൽ ക്ലബ് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് തീരുമാനിക്കുന്നതാണ് പുള്ളീൻ്റെ മാനേജർ ചെയ്യേണ്ടത്. ഇത് ഫുട്ബോളിൽ ഒരിക്കലും പോസിബിൾ ആവാത്ത കാര്യമാണ്. ഒരു പ്ലെയറും ക്ലബിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അത് ആ ക്ലബിൻ്റെ നാശത്തിന് വഴിവെക്കുന്ന ഒരു സംഭവമാണ്. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ് നൗ. പ്ലെയേഴ്സ് ഡിസൈഡ് ചെയ്യാനാണെങ്കിൽ പിന്നെ മാനേജറിൻ്റെ ആവശ്യം എന്താ? മാനേജർ ഇല്ലാണ്ട് ഇവർക്കും കളിച്ചാൽ പോരെ. ഇവർക്ക് കളി അറിയാമെങ്കിൽ ഇവരങ്ങ് കളിച്ചാൽ പോരെ. സോ ചാബി അതിന് വഴങ്ങി കൊടുത്തതാണ് ചാബി ചെയ്ത തെറ്റ്. അത് പുള്ളിക്ക് മനസ്സിലായി. ഇനി അതായത് പുള്ളീൻ്റെ സെൽഫ് റെസ്പെക്റ്റ് പണയം വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പുള്ളി റിസൈൻ ഇട്ട് പോയത്. പുള്ളീൻ്റെ റയൽ മാഡ്രിഡിലെ കരിയർ നോക്കുകയാണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ക്ലബ് വേൾഡ് കപ്പ്. വെറും 6 മാസം കൊണ്ട് പുള്ളി 34 ഗെയിംസ് മാനേജ് ചെയ്തു. അതിൽ 24 എണ്ണവും ജയിച്ചു. 71 വിൻ റേഷ്യോ ഉണ്ട് പുള്ളിക്ക്. അത് കറൻ്റ്ലി ഇപ്പോൾ ഒരു ലാസ്റ്റ് ഡെക്കേഡിലുള്ള റയൽ മാഡ്രിഡിൻ്റെ മാനേജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ്. പക്ഷെ പുള്ളിക്കൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബിഗ് ടീംസിനായിട്ടുള്ള കളികളിൽ പുള്ളിക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ക്ലബ് വേൾഡ് കപ്പിൽ PSG-നായിട്ട്, അതുപോലെ ലിവർപൂളിനായിട്ട്, ബാർസലോണനായിട്ട് സൂപ്പർ കോപ്പ ഫൈനലിൽ, മാൻ സിറ്റി, ഇങ്ങനെ കുറേ കളികൾ. ആകെ 5 കളി ഈ സീസണിൽ തോറ്റു. പിന്നെ സെൽട്ട വീഗോനായിട്ട് ഈ സീസണിൽ 5 കളി തോറ്റത്. പുള്ളീൻ്റെ ഈ ടൈമിൽ ആകെ തോൽപ്പിച്ചൊരു ബിഗ് ടീം എന്ന് പറയുന്നത് ബാർസലോണയാണ്. ഫസ്റ്റ് എൽ ക്ലാസിക്കോ, ലാലിഗ എൽ ക്ലാസിക്കോയിൽ. സോ ടാക്ടിക്സ് ഡിഡിൻ സ്പീക്ക് ഫോർ ഹിം, അങ്ങനെ വേണം പറയാൻ. പുള്ളീൻ്റെ ടാക്ടിക്സ് ചില സമയത്ത് റയൽ മാഡ്രിഡിൻ്റെ സിസ്റ്റത്തിനായിട്ട് സിങ്കായി പോകുന്നില്ല.
ബിക്കോസ് ആദ്യത്തെ ഫസ്റ്റ് വന്നപ്പോൾ പുള്ളി 6 മണിക്കൂർ ടാക്ടിക്കൽ വീഡിയോസ് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടീമിനെതിരെ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ടാക്ടിക്കൽ വീഡിയോസ് കാണും. ആ ടീം എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, ആ ടീമിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഈ റയൽ മാഡ്രിഡ് എങ്ങനെ അറ്റാക്ക് ചെയ്യണം ആ ടീമിനെതിരെ, അതിൻ്റെയൊക്കെ ടാക്ടിക്കൽ വീഡിയോസ്. അത് പ്ലെയേഴ്സിന് ബോറിംഗ് ആയിട്ട് തോന്നിയെന്നാണ് പറയുന്നത്. പ്ലെയേഴ്സിന് ബോറിംഗ് ആയി തോന്നിയത് അത് വെട്ടിച്ചുരുക്കി 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം ആക്കി. അതിന്ന് പുള്ളീൻ്റെ നിലപാടിൽ നിന്ന് മാറുകയാണ് ചെയ്തത് പ്ലെയേഴ്സിൻ്റെ സൗകര്യത്തിനനുസരിച്ച്. അതുപോലെ തന്നെയാണ് എൽ ക്ലാസിക്കോയിൽ നമ്മളെ ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ വിനീഷ്യസ് ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കിയപ്പോൾ വിനീഷ്യസിൻ്റെ റിയാക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് മാനേജർ തീരുമാനമാണ് ആരെ സബ് ചെയ്യണോ ആരെ സബ് ചെയ്യണ്ട. ടാക്ടിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് മണ്ടത്തരാണോ ഇതാണോ എന്നുള്ള പിന്നെയുള്ള ഫാക്ടറാണ്. മാനേജർ തീരുമാനിക്കണം നീ കളിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ കയ്യിൽ ഒന്നും പറയാനില്ല. പ്ലെയർ പറഞ്ഞത് ഓക്കെ, അത് പ്ലെയേഴ്സിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അതിൽ ക്ലബ് ഇടപെടുന്നതെന്ന് ആലോചിച്ച് നോക്ക്. പിറ്റേ ദിവസം ചാവിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ട് വിനീഷ്യസിനെ സബ് ചെയ്യരുത് എന്നുള്ളത്. സോ പുള്ളീൻ്റെ സിസ്റ്റത്തിനനുസരിച്ച് വർക്ക് ചെയ്യാത്ത പ്ലെയേഴ്സിനെ ബെഞ്ചിലിരുത്താൻ ഉള്ളത് പുള്ളിക്ക് സാധിക്കാത്തടത്തോളം കാലം പുള്ളീൻ്റെ ടാക്ടിക്സ് വർക്ക് ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ എംബാപ്പേനെയും വീനിനെയും ഏത് മാനേജർ വന്നിട്ട് ഒരുമിച്ചൊരു ടീമിൽ കളിപ്പിച്ചാലും അത് വർക്കാകാൻ പോകുന്നില്ല. ബിക്കോസ് ഇവർ രണ്ടാളും ഒരേ പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. മേ ബി റോഡ്രിഗോന് ഇപ്പം യൂസ് ടു ആയി റൈറ്റ് വിങ് സൈഡ്, ലെഫ്റ്റ് വിങ് സൈഡിൽ നിന്ന് ഇവർ രണ്ടാളും ഒരേപോലത്തെ പ്ലെയേഴ്സാണ്. ഇവർക്ക് സ്ട്രൈക്കർ ഇല്ലാണ്ട് ഇവർ രണ്ടാളും ഈ പ്ലെയർ ഇട്ടിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞ കളിയിൽ ക്ലിയർ ആൻഡ് എവിഡൻ്റ് ആണ്. എംബാപ്പെ വീനി ഒരുമിച്ച് കളിക്കുമ്പോൾ വീനിക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് കഴിഞ്ഞ സൂപ്പർ കോപ്പ ഫൈനലിൽ എംബാപ്പെ ഇല്ലാതെ വിനീഷ്യസ് മാത്രം കളിച്ചപ്പോൾ വിനീഷ്യസ് വാസ് ഏബിൾ ടു പെർഫോം ബെറ്റർ. സോ ഇവർ രണ്ടാളും ഒരിക്കലും ഒരു ടീമിൽ സിങ്കാകാൻ പോകുന്നില്ല. അത് ഏത് മാനേജറും മനസ്സിലാക്കാമെന്നോ എന്നിട്ട് ആ മാനേജർക്ക് ആ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നോ ദെൻ റിയൽ മാഡ്രിഡ് ക്യാൻ എക്സ്പെക്ട് സം ബെറ്റർ ഫുട്ബോൾ. അല്ലാണ്ട് ആ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഇതിൽ ചാബിനെ മാത്രം കുറ്റം പറയാനുള്ള കാര്യമില്ല. ഇതിൽ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ടും സ്റ്റാബിക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ക്ലബ് ഈസ് പ്യൂർലി സപ്പോർട്ടഡ് ടു പ്ലേയേഴ്സ്. ബിക്കോസ് റയൽ മാഡ്രിഡ് ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ക്ലബ്ബാണ്. അവരെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമോ ടാക്ടിക്സോ അല്ല. അവർക്ക് ബിസിനസ് നടക്കണമെങ്കിൽ അവരെ സ്റ്റാർ പ്ലേയേഴ്സ് വർക്ക് ചെയ്യണം, അവരെ സ്റ്റാർ പ്ലേയേഴ്സ് കളിക്കണം. എപ്പോഴും സ്റ്റാർ സ്റ്റഡഡ് ടീമായിരിക്കും. അതാണ് ഈ ഗലാക്റ്റിക്കോസ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് സിസ്റ്റമോ തേങ്ങ പിണ്ണാക്കോ അതൊന്നും അവർക്കൊരു കാര്യമല്ല. അവർക്ക് വേണ്ടത് വിനീഷ്യസ് ആ ഒരു പ്രൊഫൈൽ ടീം തിളങ്ങി നിൽക്കണം. എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ടീമിനെ, അതായത് സ്റ്റാർ സ്റ്റഡഡ് ടീം എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണം, ഭയങ്കര ഫുട്ബോൾ കളിച്ചിട്ട് ഇതിൽ നിൽക്കണം. ഈ കാര്യത്തിൽ ക്ലബിൻ്റെ അതോറിറ്റീസ് മനസ്സിലാക്കേണ്ടത് സം ടൈംസ് കോച്ചിന് വിട്ടുകൊടുക്കണം ഡിസിഷൻസ് എടുക്കാനുള്ള. കോച്ചിന് കംപ്ലീറ്റ് പവർ കൊടുക്കണം. അതായത് ഹി ഡിസൈഡ്സ്. ഇന്നിപ്പോൾ വീനി കളിക്കുന്നില്ല, വീനി കളിക്കണ്ട, ആ ഡിസിഷൻ കോച്ചിന് കൊടുക്കുന്നില്ല. ആ ഡിസിഷൻ മേക്കിംഗ് പവർ കോച്ചിന് കൊടുക്കുന്നില്ല. അത് കിട്ടാത്തടത്തോളം കാലം they are not going to succeed. The dressing room will be in the hands of players. പ്ലെയേഴ്സാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ഒരു ഫാൻ റെക്കോർഡ് ഒരു വീഡിയോ. ചാബി അലോൺസോ അതാണ് മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ട് ചാബി അലോൺസോൻ്റെ റിസൈനുള്ള കാരണം. ചാബി അലോൺസോ ഡിസൈഡഡ് ടു ഗിവ് എ ഗാർഡ് ഓഫ് ഓണർ ടു ബാർസലോണ. പക്ഷേ എംബാപ്പയും റോഡ്രിഗോവും ബാക്കി പ്ലെയേഴ്സ് അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാക്കി പ്ലെയേഴ്സ് എല്ലാവരും അവർ പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. ഒരു മാനേജറിന് എന്ത് വിലയാണ്? പുള്ളിന് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? സോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ക്ലബ്ബ് കോച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത് മോർ ദാൻ പ്ലേയേഴ്സ്. പക്ഷേ ഇത്രയും ഹൈ വാല്യൂഡ് പ്ലേയേഴ്സ് ലൈക്ക് എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ, ജൂഡ് ബെല്ലിംഗം, ഈ സ്റ്റാർ വാല്യൂ ഉള്ള പ്ലെയേഴ്സ് ടീമിലുണ്ടാകുമ്പോൾ ക്ലബ്ബ് ഈ റയൽ മാഡ്രിഡ് പോലെ ബിസിനസ് ഓറിയൻറ്റഡ് ആയ ഒരു ക്ലബ്ബ് എപ്പോഴും പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിപ്പോൾ എത്ര ലെജൻഡ് വന്നിട്ട് കോച്ച് ചെയ്താലും അവർ പ്ലെയേഴ്സിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ദാറ്റ്സ് ബീൻ ദെയർ ഹിസ്റ്ററി കംപ്ലീറ്റ്ലി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. വെൻ ദ ക്ലബ് ഷുഡ് ബാക്ക് ദെയർ മാനേജർ, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് ഇടപെടാത്ത ക്ലബിൻ്റെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേണ്ട ടീമിന് കളിക്കാൻ വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, ഒരു മാനേജർ, കുറച്ച് പ്ലെയേഴ്സ്, എന്നിട്ട് ക്ലബ്ബ് വിട്ട് നിൽക്കണം. പിന്നെ മീഡിയ കൺട്രോൾ ചെയ്യേണ്ടത് ക്ലബ്ബാണ്. അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ടീം എങ്ങനെ കളിക്കണം എന്നുള്ളത് കൺട്രോൾ ചെയ്യാൻ
ക്ലബിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആവശ്യമില്ല. അവർ വേണ്ട പ്ലെയേഴ്സിനെയും കോച്ചിനെയും ഫെസിലിറ്റീസും മീഡിയയും കൺട്രോൾ ചെയ്താൽ മതി. ബാക്കി കളിക്കേണ്ടത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് ദി കോച്ചാണ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2022-23 സീസൺ ബാർസലോണ, സാവി ഹെർണാണ്ടസ് ആണ് ബാർസലോണയുടെ കോച്ച്. ആ ടീമിൽ 60 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബാർസലോണൻ്റെ ഈ കറണ്ട് ടീമിലുള്ള സ്റ്റാർ പ്ലെയർ റാഫീനിയനെ ആ ടീമിൽ സൈൻ ചെയ്തത് സാവിയാണ്. സാവി ആ ടീമിൽ റാഫീനിയനെ 60-65 മാക്സിമം 70-75 മിനിറ്റിൽ കൂടുതൽ കളിക്കാൻ സമ്മതിക്കില്ല. ഹി വാസ് ഫ്രസ്ട്രേറ്റഡ്. റാഫീനിയൻ്റെ ഫ്രസ്ട്രേഷൻ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് ഓർമ്മയുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ടുള്ള യൂറോപ്പ ലീഗ് കളിയിൽ റാഫീനിയൻ്റെ ഫ്രസ്ട്രേഷൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്നാലും അടുത്ത കളിയിൽ 60 മിനിറ്റേ കളിക്കുള്ളൂ. അത് റാഫീനിയ എന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ എപ്പോഴും വിത്ത് ചാവി ഐ വിൽ ഓൺലി പ്ലേ 60 മിനിറ്റ്സ് എന്നുള്ളത്. പക്ഷെ അതിൽ ബാർസലോണ ക്ലബിൻ്റെ പ്രസിഡൻ്റായ ജോൻ ലാപ്പോർട്ടയോ അല്ലെങ്കിൽ ക്ലബിൻ്റെ ആ ടൈമിലെ ഡയറക്ടേഴ്സ്, സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സോ ആരും ഇടപെട്ടിട്ടില്ല. ഇറ്റ് വാസ് പ്യുവർലി ദ മാനേജേഴ്സ് ഡിസിഷൻ. പക്ഷെ നേരെ മറിച്ച് റയൽ മാഡ്രിഡിൽ നോക്ക്, ആ ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോയിൽ വിനീഷ്യസിനെ സബ്ബാക്കി ഇറക്കിയപ്പോൾ ക്ലബ് ഇടപെട്ടതിൽ സബ്ബാക്കി ഇറക്കരുതെന്ന് പറഞ്ഞിട്ട്. സോ അപ്പം മാനേജർക്ക് എത്ര ഫ്രീഡം ഉണ്ടെന്ന് നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. ഇതൊക്കെ സഹി കെട്ടിട്ട് തന്നെ ആയിരിക്കണം ചാബി അലോൺസോ പോയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ ഇനി നമ്മൾ ടാക്ടിക്സ് കാര്യങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ചാബീൻ്റെ ഒരു റൊട്ടേഷൻ സിസ്റ്റം എന്നുള്ള ടാക്ടിക് അല്ലാണ്ട് വേറെ കൂടുതൽ നമുക്ക് എന്താണ് പുള്ളീൻ്റെ ടാക്ടിക് എന്നുള്ളത് ക്ലിയർ അല്ല. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അറ്റ്ലീസ്റ്റ് ഒരു 1 ഫുൾ സീസണെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷെ അതുപോലും പുള്ളിക്ക് കിട്ടിയില്ല. പക്ഷെ എന്തായാലും പുള്ളിനെ സാക്ക് ചെയ്തതല്ല, പുള്ളി സ്വമേധ ഇറങ്ങിപ്പോയത് തന്നെയാണ് മടുത്തിട്ട്. അടുത്ത ഫാക്ടർ എന്ന് പറയുമ്പോൾ അത് ക്ലബിനെ കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. അതായത് കോച്ചിനേക്കാൾ വലുതായിട്ട് പ്ലെയേഴ്സ് വളരുമ്പോൾ അത് എങ്ങനെ ക്ലബ്ബ് മെയിൻറ്റെയിൻ ചെയ്യും? നോബഡി ഈസ് ബിഗർ ദാൻ ദ ക്ലബ്. കോച്ചിനെ പ്ലെയേഴ്സ് ഓവർടേക്ക് ചെയ്ത് പ്ലെയേഴ്സിൻ്റെ കയ്യിൽ ഡ്രസ്സിംഗ് റൂമിലെ കൺട്രോൾ വന്നു കഴിഞ്ഞാൽ അവരാണ് തീരുമാനിക്കുന്നത് ആര് ലൈനപ്പ് ഇടണം, ആര് കളിക്കണം, ഞാനെപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആവണം. ദാറ്റ്സ് ഗോയിങ് ടു ബി റിയലി ബാഡ് ഫോർ റയൽ മാഡ്രിഡ്. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് ഒരു ഫുട്ബോൾ ക്ലബിനോ ഒരു ഫുട്ബോൾ ടീമിനോ എനി സ്പോർട്ടിലും അതൊരു ഡിസ്ഗ്രേസ് ആണ്. ചാബി അലോൺസോ ആൻഡ് റയൽ മാഡ്രിഡ് മ്യൂച്വലി പാർട്ടഡ് വേസ് എന്നുള്ള ആ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നതിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ റയൽ മാഡ്രിഡ് അടുത്ത പുതിയ കോച്ചിനെ അനൗൺസ് ചെയ്തു. അത് റയൽ മാഡ്രിഡ് കാസ്റ്റലാൻ്റെ മാനേജർ അൽവാറോ അർബലയോ ആണ്. സോ എനിക്കിവിടെയുള്ള സംശയം എന്ന് പറഞ്ഞാൽ അർബലയോ ഇതിനു മുമ്പ് ഒരു പ്രൊഫഷണൽ, അതായത് ജൂനിയർ ടീംസിനെ അല്ലാണ്ട് ഒരു ഫസ്റ്റ് ടീമിനെ ഇതുവരെ മാനേജ് ചെയ്തിട്ടില്ല. ഹി ഹാസ് ഇൻ വോൺ എനിത്തിങ്. ഹി ഈസ് നോട്ട് എ ബിഗ് മാനേജർ. ഈ ചാബി അലോൺസോ ബുണ്ടസ് ലീഗ അടിച്ച് വന്നിട്ട് ഒരു ട്രബിളിൽ നിന്ന് ജസ്റ്റ് മിസ്സായ അത്രയും ട്രോഫീസ് ഉള്ള ജർമ്മനിയിൽ ഇത്രയും പ്രൂവ് ചെയ്തൊരു മാനേജറിനെ ഇവർ ഡ്രസ്സിംഗ് റൂം റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഹൗ ഈസ് റയൽ മാഡ്രിഡ് അതോറിറ്റീസ് എക്സ്പെക്ടിങ് ദം ടു റെസ്പെക്ട് അൽവാറോ? പുതിയ മാനേജർ എങ്ങനെ റെസ്പെക്ട് ചെയ്യുക? അയാൾക്ക് ഒരു ഫസ്റ്റ് ടീം എക്സ്പീരിയൻസ് ഇല്ല ഇതുവരെ. ഹൗ ഡു യു എക്സ്പെക്ട്? until he's a proven as a player. പുള്ളി പ്ലെയർ പ്രൊഫൈലിൽ അത്ര വലിയ റയൽ മാഡ്രിഡ് ജസ്റ്റ് ഒരു സ്ക്വാഡ് പ്ലെയർ മാത്രമായിരുന്നു. ഐ ഡോണ്ട് നോ. സോ എന്തായാലും റയൽ മാഡ്രിഡിൻ്റെ പുതിയ കോച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ഐഡിയ ഇല്ല ഇതിനെ പറ്റിയിട്ട്. സോ നമുക്ക് കളി കണ്ട് തന്നെ തീരുമാനിക്കാം. സോ ഇഫ് യു ഹാവ് എനി എക്സ്പെക്ടേഷൻസ് പ്ലീസ് ഡു കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. Until later, bye.